യൂട്രസ് സർജറി. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. എങ്കിൽ പോലും ഞാനും അവളും കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മോൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ ആ സർജറി വിജയിച്ചു തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും വടാനും കൂടി നന്ദി. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ ചമ്പക്കുളത്തു നിന്ന് വരുന്നു. എനിക്ക് 3 സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന IMS അമ്മയുടെ പ്രാർത്ഥനത്തിൻ്റെ ഫലമായിട്ട് ചികിത്സയ്ക്ക് പോയെങ്കിലും അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താൽ ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചതിന് നന്ദി പറയും. താമസിച്ച് പോയി പറയാൻ ഈശോയോടും അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. രണ്ടാമത്, എൻ്റെ ചേച്ചിയുടെ മകൾക്കൊരു സർജറി ഉണ്ടായിരുന്നു, യൂട്രസ് സർജറി. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. എങ്കിൽ പോലും ഞാനും അവളും കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മോൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ ആ സർജറി വിജയിച്ചു തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും വടാനും കൂടി നന്ദി. പിന്നെ എൻ്റെ മോൾക്ക് 1 വർഷം കഴിഞ്ഞു ഒരു സർജറിയുടെ ആവശ്യം വന്നു. അതും ഇപ്പോൾ യൂട്രസ് എടുത്ത് കളഞ്ഞതായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അത് എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ തിയേറ്ററിൽ കയറണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അറിയുന്നില്ല, എന്നോട് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നിന്നെ വിളിച്ചമ്മ എന്നടക്ക് സർജറിക്ക് സമയമായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നീ പെട്ടെന്ന് ഈ IMSലേക്ക് വിളിച്ച് പറ, നീ അച്ഛനെ കിട്ടുമെങ്കിൽ അച്ഛനോട് പറ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ കിടന്ന റൂമിൽ നിന്ന് തന്നെ വിളിച്ചപ്പം അച്ഛനെ കിട്ടിയില്ല. പക്ഷേ ഈ മധ്യസ്ഥ പ്രാർത്ഥന വിളിച്ച് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ സർജറിക്ക് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറി യാതൊരു തടസ്സവുമില്ലാതെ ആ സർജറി അമ്മ ഈശോയും ഒരു കുഴപ്പമില്ലാതെ സുഖപ്പെടുത്തി തന്നു. ബയോപ്സി റിസൾട്ടിന് അവളുടെ മോനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച് പറഞ്ഞു, മോനെ ബയോപ്സി അയക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞു, അതിനും ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞെങ്കിൽ ഇതിന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത്രയ്ക്കും പ്രശ്നമായതുകൊണ്ട്. പക്ഷേ ഞാൻ മോനോട് പറഞ്ഞു, മോൻ വിളിച്ച് പറ, IMSലേക്ക് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വിളിച്ച് പറഞ്ഞു. എപ്പം മധ്യസ്ഥ പ്രാർത്ഥന വിളിച്ച് പറഞ്ഞു, ആ സെക്കൻഡ് അവരെടുക്കും, പ്രാർത്ഥിക്കും, നമുക്ക് അനുഗ്രഹം കിട്ടുകയും ചെയ്യും. അങ്ങനെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ ബയോപ്സി റിസൾട്ട് അതെല്ലാം നോർമലാക്കി അമ്മ ഈശോയും നൽകിയതിന് കോടാനും കൂടി നന്ദി പറയുന്നു. പിന്നെ മോനെ വിളിച്ച് വീണ്ടും ഞാൻ പറയിപ്പിച്ചു, മോനെ ഇന്നടക്ക് ബയോപ്സി റിസൾട്ട് നമുക്ക് കിട്ടി, അത് യാതൊരു കുഴപ്പമില്ലെന്ന് മോൻ പറയാൻ പറഞ്ഞു. അവൻ വിളിച്ച് പറഞ്ഞു, അന്നേരം തന്നെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഇത് റിസൾട്ട് ഇതെല്ലാം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുകയാണ് അമ്മയോട് ഈശോയോടും. കൂടാനും കൂടി നന്ദി അമ്മയ്ക്ക് ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ എൻ്റെ ഈശോയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. എനിക്കത് സാധിച്ചു തരണം, എന്നെ അധികം താമസിക്കാതെ ഇവിടെ സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് നടത്തി തരുമെന്ന് എനിക്കറിയാം. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈശോ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നാം കേട്ടു 3 പേരുടെ രോഗസൗഖ്യത്തെക്കുറിച്ചും അവരുടെ കുടുംബജീവിതത്തെ ഭദ്രമാക്കുന്നതിനായിട്ട് കർത്താവ് വിളിച്ച അവസ്ഥയെക്കുറിച്ചും. നമുക്കും ഇതുപോലെ ഒരു നാൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. നമ്മുടെ നിയോഗങ്ങളും സാധിച്ചു കിട്ടണം. എനിക്കും ഒരവസരം തരണമേ പരിശുദ്ധ അമ്മേ എന്ന ഈ നിമിഷം അമ്മയുടെ മുഖത്ത് നോക്കി നിങ്ങൾ യാചിക്കുക. തീർച്ചയായും എത്ര കഠിനമായ പ്രശ്നങ്ങളായാലും പരിശുദ്ധ അമ്മ നിങ്ങളെ ഈ പുണ്യഭൂമിയില, ഈ പുണ്യ അൾത്താരയുടെ മുമ്പില നിങ്ങളെയും കൊണ്ടുവരും. നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, അവരും ഭയപ്പെട്ടായിരുന്നത് എനിക്ക് സാക്ഷ്യം പറയുവാൻ അവസരം കിട്ടുമോ ഇല്ലയോ, പരിശുദ്ധ അമ്മേ ഇടപെടണമേ, രോഗസൗഖ്യം നൽകണമേ, സാക്ഷ്യപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് സാക്ഷ്യപ്പെടുത്താൻ വൈകിയ അവസ്ഥ. നാം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരനിൽ നിന്ന് നമുക്ക് നേടിത്തരുന്ന ഓരോ കാര്യങ്ങളും നന്ദിയുള്ളവരായിട്ട് സാക്ഷ്യപ്പെടുത്തുക. നമുക്ക് ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ